സംഭവം കാണാൻ ചെറിയൊരു വാഹനമാണെങ്കിലും ഹാച്ച്ബാക്ക് സെഗ്മെന്റിൽ അത്യാവശ്യം ബൂട്ട് സ്പേസ് ഉള്ളൊരു വാഹനമാണ് മാരുതിയുടെ ഇഗ്നീസ് എന്ന വാഹനം. ഇഗ്നീസിൻ്റെ ബാക്ക് പ്രൊഫൈൽ ആ ഒരു പഴയ ഷേപ്പ് ആദ്യം നമ്മുടെ മാരുതിയുടെ റിഡ്സ് ഇറങ്ങിയ സമയത്ത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യാത്ത പോലെ തന്നെ ഇഗ്നീസ് ഫസ്റ്റ് ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ചെറിയൊരു മടി ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനു ശേഷം ഇഗ്നീസ് ഭയങ്കരമായിട്ട് ഫാൻ ബേസ് കൂടിയുള്ള വാഹനമായി മാറി. 2017 മോഡൽ നിൽക്കുന്ന അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നിൽക്കുന്ന അത്യാവശ്യം നല്ല യാത്രാ കംഫർട്ടുള്ള 47 എന്നുള്ള ഫാൻസി നമ്പറൊക്കെ വന്നിട്ടുള്ള റെഡ് കളർ നിൽക്കുന്ന ഒരു ഇഗ്നീസ് ഡെൽറ്റ എന്ന വേരിയൻറ്റിൽ നിൽക്കുന്ന പെട്രോൾ എഞ്ചിനിൽ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഒരു വാഹനം നമ്മൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഡെൽറ്റ എന്നുള്ള വേരിയൻ്റ് ആണെങ്കിലും അത്യാവശ്യത്തിലധികം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നുണ്ട്. അലോയ് വീൽസ് വരുന്നുണ്ട്, മിറർ ഇൻഡിക്കേറ്റർ വരുന്നു, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നു, അതേപോലെ കമ്പനി ഇൻബിൽഡ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നു, സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നു, എയർ ബാഗ് വരുന്നു, ABS വരുന്നു, ഫോഗ് ലാമ്പ് ഇതിനകത്ത് വരുന്നില്ല. ഫോഗ് ലാമ്പ് ഇതിനകത്ത് ഈ ഡെൽറ്റ എന്നുള്ള വേരിയൻ്റ് ആയതുകൊണ്ട് ഫോഗ് ലാമ്പ് വന്നിട്ടില്ല. ഇൻറ്റീരിയർ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ എക്സ്റ്റീരിയർ അതേപോലെ തന്നെ അത്യാവശ്യം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം, നല്ലൊരു സീറ്റ് ഓവറൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും വലിയ ഹൈലൈറ്റ് അനുസരിച്ച് ഇതിൻ്റെ ഒരു ഡുവൽ ടോൺ വരുന്ന ആ ഡോർ പാഡിൻ്റെ ഒക്കെ ഒരു കളർ പാറ്റേൺ ആണ്. ആ ഒരു ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും ഒരു കളർ കോമ്പിനേഷനോട് കൂടി വന്നിട്ടുണ്ട്. അതിനിടയിൽ ഒരു റെഡും കയറ്റിയതോടെ ആ ഒരു ലുക്ക് നമുക്ക് കറക്റ്റായിട്ടൊരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇന്ത്യൻ ഭാഗത്തേക്ക് കിടക്കണമെന്നുണ്ടെങ്കിലും ആ ഒരു ഡിസൈൻ പാറ്റേൺ, ആ ഒരു ഡാഷ്ബോർഡിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ ഒരു ബ്ലാക്കും വൈറ്റിൻ്റെയും ഒരു കളർ കോമ്പിനേഷൻ, ഈ ഒരു പില്ലർ ഭാഗം അതേപോലെ തന്നെ ആ ഒരു ബ്ലാക്ക് കോമ്പിനേഷൻ വന്നതോടെ ഇന്ത്യൻ ഭാഗത്ത് ഒരു പ്രീമിയം ഫീൽ കിട്ടുന്ന രീതിയിലാണ് ആ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത്. ഇനി ഈ ഒരു സൈഡ് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു റെഡ് കളറിൻ്റെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. ഒരു മെറ്റൽ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഫൈബറാണത് ശരിക്കും, പക്ഷേ മെറ്റലിൻ്റെ പോലത്തെ ഒരു ഡിസൈൻ പാറ്റേൺ വന്നിട്ടുണ്ട്. ഒരു ചെറിയ ഡിസ്പ്ലേ യൂണിറ്റ് വന്നിട്ടുള്ള ഒരു മ്യൂസിക് സിസ്റ്റം വന്നിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, അതേപോലെ സീറ്റ് സ്റ്റിയറിംഗ് കവേഴ്സ് തുടങ്ങിയിട്ടുള്ള അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നിൽക്കുന്നു. പിന്നെ AC വിൻഡിൻ്റെ ഒരു പാറ്റേൺ, വളരെ ക്യൂട്ട്നെസ് ആയിട്ടുള്ള ഒരു വാഹനം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ഈ ഇഗ്നീസ് എന്ന വാഹനം. ഇന്റീരിയർ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നു. അതേപോലെ തന്നെ ബാക്ക് പ്രൊഫൈൽ നോക്കുകയാണെങ്കിലും സീറ്റ് ഓവർ കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിലും ആ ഒരു ഡോർ പാഡിൻ്റെയും ആ ഒരു ഡിസൈൻ പാറ്റേൺ, നമ്മുടെ പവർ വിൻഡോൻ്റെ സ്വിച്ചസ് വരുന്ന ഭാഗം ആ ഒരു വൈറ്റും ചെയ്തതോടുകൂടി ആ ഒരു വ്യത്യസ്തത നമുക്ക് ആ ഒരു കാണുമ്പോൾ അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന രീതിയിൽ ആ ഒരു കളർ പാറ്റേണിലേക്ക് വന്നിട്ടുണ്ട്. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 70% ടയർ കണ്ടീഷൻ നിൽക്കുന്നു. സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ സാറിൻ്റെ ഒരു ലോഗോ ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല, പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം. വേറെ ഡാമേജോ കാര്യങ്ങളോ എക്സ്റ്റീരിയർ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഡാമേജോ കാര്യങ്ങളോ പരിക്കോ കാര്യങ്ങളോ ഒന്നും വരാത്ത ഒരു നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല കംഫർട്ടും കാര്യങ്ങളെല്ലാം ലഭിക്കുന്ന ഒരു 16-17 റേഞ്ചിൽ പെട്രോൾ മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം തന്നെയാണ് മാരുതിയുടെ ഇഗ്നീസ് എന്ന ഈ ഒരു ചെറിയ സെഗ്മെൻറ്റിൽ നിന്നൊരു വാഹനം സ്വന്തമാക്കാം. 4,80,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി ഓൾമോസ്റ്റ് 4,20,000 വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത്. ഇനി മാരുതി പോരാ, ഹ്യൂണ്ടായിൻ്റെ ഫാൻ ബേസുള്ള വാഹനം അന്വേഷിച്ച് നടക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു വാഹനം കിടക്കുന്നുണ്ട്. 2017 മോഡലിൽ നിൽക്കുന്ന ഒരു ഗ്രാൻഡ് ഐറ്റനും കൂടി നമുക്ക് എടുക്കുന്നു. മാരുതിയിൽ അത് ഇഗ്നീസ് ആണെങ്കിൽ ഹ്യൂണ്ടായിക്ക് വരുമ്പോൾ ഗ്രാൻഡ് ഐറ്റാണ് KL02 കൊല്ലം രജിസ്ട്രേഷനിൽ നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന മറ്റൊരു വാഹനം. മാഗ്ന എന്ന വേരിയൻ്റാണ്, നമ്മുടെ സെയിം ഡെൽറ്റ എന്നുള്ള വേരിയൻ്റാണ് മിഡിൽ ഓപ്ഷൻ നമ്മുടെ മാരുതിയിൽ. പക്ഷേ ഹ്യൂണ്ടായിലേക്ക് വരുമ്പോൾ അത് മാഗ്ന എന്നുള്ള വേരിയൻ്റാണ് ഈ ഐറ്റണിൽ മിഡിൽ ഓപ്ഷൻ വരുന്നത്. ബേസിക്കലി ഫീച്ചേഴ്സ് മാത്രമേ വരുന്നത്. പക്ഷേ നമ്മുടെ ഇഗ്നീസിൻ്റെ അത്ര ഫീച്ചേഴ്സ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. 4-door പവറിൻ്റെ AC പവർ സ്റ്റാരിംഗ് എന്നുള്ള ബേസിക് ഫീച്ചേഴ്സ് മാത്രമാണ് വരുന്നത്. പിന്നെ സിംഗിൾ എയർ ബാഗ് ഇതിനകത്ത് വരുന്നുണ്ട്. എക്സ്റ്റീരിയർ ഭാഗങ്ങളൊന്നും കാര്യപ്പെട്ട ഡാമേജും പരിക്കൊന്നും ഈ ഒരു വാഹനത്തിനകത്തും വന്നിട്ടില്ല. റിവേഴ്സ് ക്യാമറ ഇതിനകത്ത് മുമ്പ് എപ്പോഴും ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. എക്സ്റ്റീരിയർ ഭാഗങ്ങൾ ചെറിയ റീപെയിൻറ്റ് വർക്കുകൾ മാത്രമാണ് ചെറിയ പോരായ്മയായിട്ടെങ്കിലും പറയാനുള്ളത്. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഒരു 50-60% ടയർ കണ്ടീഷൻ നിൽക്കുന്നു. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ സീറ്റ് കവറൊക്കെ ഇതിനകത്ത് അഡീഷണലി ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്കിംഗ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഓൺ കോഡിൻ്റെ ഒരു ഡിസ്പ്ലേ യൂണിറ്റ് ഇവിടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്ന ഒരു വാഹനമാണ് ഈ ഒരു ഹ്യൂണ്ടായിൻ്റെ 2017 മോഡലിൽ നിൽക്കുന്ന മാഗ്ന എന്ന വേരിയൻ്റ് 1.2 ലിറ്റർ കാപ്പ എഞ്ചിനിൽ നിൽക്കുന്ന ഗ്രാൻഡേറ്റ് എന്ന വാഹനം KL02 കൊല്ലം രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം നമുക്ക് 3,80,000 രൂപയ്ക്ക് ഓൾമോസ്റ്റ് 2 വാഹനങ്ങളും തമ്മിൽ 1 ലക്ഷം രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൽ 3,80,000 നിങ്ങൾക്ക് 3,25,000 വരെ ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണ്. അത് 5 വർഷത്തെ മാസക്കാലങ്ങളോട് കൂടി. അപ്പോൾ 2 ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് വാഹനങ്ങളാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. മാരുതിയുടെ ഒരു വാഹനം, ഹ്യൂണ്ടായിൻ്റെ മറ്റൊരു വാഹനം. വാഹനങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾക്ക് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ഷെയർ പേജ് ഫോളോ ചെയ്യുക.